ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ്, നെന്മാറ വേലയാണ്. സോ നെന്മാറ വേലയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് എത്താൻ പോകുന്നത്. സോ നമുക്ക് കാണാം. കാലത്ത് കഴിഞ്ഞിട്ട് കുളിച്ച് നല്ല അമ്പലത്തിൽ പോകാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണല്ലേ. സോ നെന്മാറ അല്ലെങ്കിൽ വേല ആയതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ നല്ല രീതിക്ക് തിരക്കും കാര്യങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ അമ്പലം നല്ല വൃത്തിക്ക് അലങ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു പത്മാസനസ്ഥിതി ദേവി എന്ന് പറഞ്ഞൊരു വീഡിയോ ഒക്കെ അങ്ങ് എടുത്ത് നൈസായിട്ട് ഇതാ നമ്മുടെ വെടിക്കെട്ടിനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് നമ്മൾ നൈസായിട്ട് ഇവിടുത്തെ വൈബൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ പലതരത്തിലുള്ള കച്ചവടക്കാരും ഓരോ തരത്തിലുള്ള കച്ചവടക്കാരും മാലാവള, മുല്ലപ്പൂ, അതുപോലെ തന്നെ എല്ലാ രീതികളും കച്ചവടക്കാരുണ്ട്. പന്തലെല്ലാം അടിപൊളിയായിട്ടുണ്ട്. സോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഈ ഒരു ആംബിയൻസ് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീല് അല്ലെ, ആ പൂരത്തിൻ്റെ ഒരു വൈബ്. ഇവിടെ രണ്ടാനകൾ വന്നിട്ട് ഇപ്പോൾ രണ്ടാനും കാണിച്ചത്. തിടമ്പ് ഏകദേശം കയറ്റാനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് തിടമ്പിൽ കയറ്റുന്ന ദൃശ്യങ്ങളും കാര്യങ്ങളെല്ലാം കാണിച്ചത്. ഓക്കെ, വളരെ ഭംഗിയാർന്ന രീതിക്ക് നമ്മുടെ നെന്മാറ ദേശത്ത് ഇടമ്പും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. കാണാനായിട്ട് കാലത്ത് തന്നെ ഒരുപാട് ആളുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. അഴകല്ലേ അഴക്. ആനകളെ പറ്റി കുളിപ്പിക്കാനായിട്ടൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചെവിയാറ്റി വരുന്ന കൊമ്പന്മാരെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണല്ലേ. എന്താ അഴക്. വിഷയം ചൂട്. ഞാൻ തിരക്കിനുള്ളിൽ പോയിട്ട് നല്ല അവസ്ഥ എന്താ നോക്കട്ടെ. നന്ദിലത്തിന്റെ ആനയാണത് ഗൈസ്. നമ്മൾ തിരയുന്നത് കാളി എവിടെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കാളി തപ്പം ഗൈസ്. പിന്നെ ഇവിടെ ഫുള്ള് കഥന വെച്ചിട്ടുണ്ട്. കാളിയാണ് തോന്നുന്നു, നോക്കട്ടെ. ഈ ഒരു തലപ്പൊക്കും ഈ ഒരു കൊമ്പും എന്തൊരു ഭംഗിയാണല്ലേ. ഇതൊക്കെ എത്ര കണ്ടാലും മതിവല്ല നമ്മൾ മലയാളികൾക്ക്. അത് ഇവിടെ നമുക്ക് തെളിയുന്നുണ്ട്. കാരണം എത്രത്തോളം തിരക്കിന്നാണ് ഇതൊക്കെ കാണുന്നത് എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. പാലക്കാട് 43°C ഈ നിന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേര് ഒരു ഭ്രാന്തം തന്നെയാണ്. അതൊരു വികാരമാണ്. അതുകൊണ്ട് മാത്രമാണ് അല്ലേ.
ആർപ്പ് വിളികളോടെ ഇവരെല്ലാവരും കാത്തിരിക്കുന്ന ഒരൊറ്റ നിമിഷത്തിന് വേണ്ടി മാത്രമാണ് ആ തിടമ്പ് ഗജരാജിൻ്റെ ശിരസിലേറ്റുമ്പോൾ കാണുന്ന കാഴ്ച അല്ലേ. എൻ്റെ അതൊരു വിഷയമാണ് ഗൈസ്, വികാരമാണ്. അപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം അല്ലേ. അഴകല്ലേ അഴക്. അടുത്തതായി നമുക്ക് വാദ്യങ്ങളിലേക്ക് കാതോർക്കാം. നമ്മളെ പുറത്ത് ചാടി കഴിച്ചു, ഭയങ്കര ചൂട്. എന്ത് പറയാനാണ് ഭയങ്കര 43 കഴിച്ച് സീനാണ്. അങ്ങനെ തൻ്റെ സ്വന്തം നെല്ലിക്കുളത്ത് അമ്മയുടെ മുറ്റത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗജവീരന്മാരും നമ്മുടെ എല്ലാ നാട്ടുകാരും എല്ലാവരും ഒന്നായി ഒരേ സ്വരത്തിൽ മ്യൂസിക് എന്താ പറയുക, ആ ഒരു ആസ്വദിച്ച് ഇങ്ങനെ നീങ്ങിപ്പോന്ന് അറിയത്തില്ല, ആ ഒരു തരത്തിലുള്ള പോക്കാണ്. ഇവിടെ ചൂടൊന്നൊരു വിഷയമല്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന വെടിക്കെട്ടിന് വേണ്ടിയിട്ടാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നെന്മാറ വല്ലിങ്ങ വേലിൻ്റെ വെടിക്കെട്ടാണ്. ഫസ്റ്റ് ടൈം കാണാൻ വന്നിരിക്കല്ലേ? എക്സൈറ്റഡ് ആണോ? ആഫ്റ്റർ വെടിക്കെട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ കഴിയും.
മനസ്സിലായി